എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഒരു ക്ലാരിഫൈഡ് ഷാമ്പു എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കി. ഇന്ന് നമുക്ക് ഒരു കണ്ടീഷണർ എഫക്റ്റ് നൽകുന്ന ഒരു ഷാമ്പു എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. ഇതിലും EMT10 തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതൊരു പോളിമർ ആണെന്ന് ഞാൻ നേരെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ബാക്കി എല്ലാം നാച്ചുറലി ഡിറൈവ് ചെയ്ത് വന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഷാമ്പു ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. കെമിക്കൽ അധികം നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നില്ലല്ലോ എന്നുള്ളത്. അതായത് പോളിമർ അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അധികം ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമുക്ക് മുടിയുടെ നിര കുറയാനും അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും സ്കാൽപ്പ് ഇച്ചിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് ഇതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ ഷാമ്പു ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു പ്രോഡക്റ്റ് ആയാലും നാച്ചുറലി ഡിറൈവ് ചെയ്ത് വന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് പ്രോസസ്സിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ഫോമുല കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം വെള്ളത്തിലാണ്. EMT10 ഒരു ഗുണം ഞാൻ പറയുകയുണ്ടായി. അത് വെള്ളത്തിലും ഓയിലിലും ഒരുപോലെ മിക്സ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓയിൽ അളന്നെടുത്തു. എന്നിട്ട് ഓയിലിലേക്കാണ് നമ്മൾ ഈ പൗഡർ EMT10 എന്ന് പറയുന്ന പോളിമർ ഇട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ നാച്ചുറലായിട്ട് പോവുകയാണെങ്കിൽ ഗംസ് ഉപയോഗിക്കണം, സാന്താൻ ഗം, ഗുവാർ ഗം ഒക്കെ. അപ്പോൾ എന്നിട്ട് ഇത് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് നമ്മളത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കും. എന്നിട്ട് നമുക്ക് ഇനി കണ്ടോ അത് ശരിക്കും മിക്സായി ഓയിലിൽ ശരിക്കും അലിഞ്ഞു ചേർന്നു. ഇനി നമ്മൾ വെള്ളം അളന്നെടുക്കണം. കഴിഞ്ഞ ഒരു ഷാമ്പു ചെയ്ത പോലെ വാട്ടർ ബേസിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വാട്ടറും അലോവേരയുടെ ജ്യൂസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അളന്നെടുത്തിട്ട് നമ്മൾ പിന്നീട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് SCI പൗഡറാണ്. ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ടായി ഇത് കോക്കനട്ടിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സർഫക്റ്റൻ്റാണിത്. അപ്പോൾ അത് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ pH നമ്മൾ 5.6 നമുക്ക് നിർത്താനായിട്ട് പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മറ്റ് സർഫക്റ്റൻ്റ് അതായത് കൊക്കോ ഗ്ലൂക്കോസൈഡ് എന്ന് പറയുന്ന സാധനവും ക്യാബ് എന്ന് പറയുന്ന സാധനമൊക്കെ നമ്മൾ വളരെ കുറവ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ പൗഡർ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. വളരെ ഫൈൻ പൗഡറാണ്. ഇതൊരു സർഫക്റ്റൻ്റ് ആണെന്ന് അറിയാലോ. അതുകൊണ്ട് നമ്മുടെ വായയിലോ ലങ്സിലോ ഒന്നും പോകാതെ ഇരിക്കാനായിട്ട് മാസ്ക് ധരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഇത് നമുക്ക് ഇളക്കിയാലൊന്നും ഇതിൻ്റെ തരികളൊന്നും മിക്സ് ആവില്ല. അപ്പോൾ എപ്പോഴും SCI പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അത് ഒന്ന് ചൂടാക്കണം. കണ്ടോ തരികൾ കണ്ടോ അതിൻ്റെ അടിയിൽ കിടക്കുന്നത്. ഇനി ഇത് നമ്മളൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ ഇതുപോലെ തിക്കായിട്ട് വരും ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചൂടാക്കി വരുമ്പോൾ നല്ല ലൂസാവും. എന്നിട്ട് അത് അപ്പം അതിൻ്റെ പൗഡർ മുഴുവൻ നന്നായിട്ട് അതിൽ മെൽറ്റ് ചെയ്ത് ചേരും. ഇനി SCI പൗഡർ അവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ക്യാബും അതുപോലെ തന്നെ കൊക്കോ ഗ്ലൂക്കോസൈഡ്. ഇനിയിപ്പോൾ കൊക്കോ ഗ്ലൂക്കോസൈഡ് അല്ലെങ്കിൽ നമുക്ക് ഡിസൈൽ ഗ്ലൂക്കോസൈഡ് ഉണ്ട്. ഇതൊക്കെ നാച്ചുറലി ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അത് നമുക്ക് അളന്നെടുക്കാം. അത് അളന്നെടുത്തിട്ട് EMT10 ഉപയോഗിച്ച് ഓയിൽ നമ്മൾ കലക്കി വെച്ചായിരുന്നല്ലോ അതിലേക്ക് നമ്മൾ ഈ സർഫക്റ്റൻ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ മിക്സ് നമ്മൾ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് എൻ്റെ ഫസ്റ്റ് ട്രയലാണ്. ഇനി അടുത്തത് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്സ് ഇങ്ങനെ ചേർത്ത് കൊടുത്തപ്പോൾ ഇത് ഇത്രയും കട്ടിയായി. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നമ്മൾക്കത് ഇളക്കിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ ഈ ഓയിലിലേക്ക് മിക്സ് ചെയ്ത EMT10 വെച്ച് മിക്സ് ചെയ്തത് ആദ്യം ഓയിൽ അതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഡിസൈൽ ഏതാണോ കൊക്കോ ഗ്ലൂക്കോസൈഡും ക്യാബും അതിലേക്ക് ഇട്ട് കൊടുക്കാതിരിക്കും ഒന്നും കൂടി നല്ലത്. അത് അങ്ങനെയും ചെയ്ത് നോക്കാം. കാരണം ഇതിലേക്ക് തന്നെ ഇടണമെന്ന് നിർബന്ധമില്ല. ഇത് അപ്പം അത്രയും തിക്കാവില്ല. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. മറ്റേ ബ്ലെൻഡറും മിക്സറൊക്കെ ഉപയോഗിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോം രൂപാന്തരപ്പെടും. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും, ദിവസങ്ങൾ എടുക്കും അതൊന്ന് സെറ്റിൽ ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് വെക്കാം. ഫ്രാഗ്രൻസ് ഓയിൽ, അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്, പ്രോട്ടീൻ ആഡ് ചെയ്ത് കൊടുക്കാം, വൈറ്റമിൻ B3 ആഡ് ചെയ്ത് കൊടുക്കാം. എന്ത് വേണമെങ്കിലും ഫോമുലയിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. ഇനി ഏറ്റവും അവസാനം നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നാലേ ആ ഒരു നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ ഷാമ്പു കൺസിസ്റ്റൻസിയിൽ ഇങ്ങോട്ട് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ pH ടെസ്റ്റ് ചെയ്യണം. പ്രിസർവേറ്റീവ് എക്കോ ആണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും pH താഴെ പോകും. അതുകൊണ്ട് ഷാമ്പൂവിന് ഏറ്റവും ബെസ്റ്റാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയേണ്ടായി. pH 5.6 കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷാമ്പൂ റെഡി ആയിട്ടുണ്ട്.